പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് നടന്ന അഴിമതി കഥകൾ അത് 8 നിലയിൽ പൊട്ടി ഭരണം അവസാനിച്ചിട്ടും ചർച്ച ചെയ്യപ്പെടുകയാണ്. അതിലിപ്പോൾ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളൊരു നീക്കം നടത്തിയിരിക്കുകയാണ് CBI. ഈ ലൈഫ് മിഷൻ, വടക്കാഞ്ചേരി ലൈഫ് മിഷൻ കേസിൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ്. 6 പ്രതികളുണ്ട്. അതിൽ ഒന്നാമത്തെ പ്രതി എന്ന് പറയുന്നത് ഈ യൂണിടാക്കാണ്. യൂണിടാക്കിൻ്റെ അക്കൗണ്ടിലേക്ക് എങ്ങനെയാണ് 21 കോടി രൂപ എത്തിയത് എന്നുള്ളതാണ്. ഈ കരാർ പ്രകാരം UAE റെഡ് ക്രസൻ്റ് ആണ് ലൈഫ് മിഷനുമായിട്ട് കരാർ ഒപ്പുവെച്ചിരിക്കുന്നത്. 21 കോടി രൂപ അവരുടെ അക്കൗണ്ടിലേക്കാണ് യഥാർത്ഥത്തിൽ എത്തേണ്ടത്. ഇതെങ്ങനെയാണ് യൂണിടാക്കിൻ്റെ അക്കൗണ്ടിലേക്ക് എത്തിയത് എന്നുള്ളത് ദുരൂഹമായിട്ട് തുടരുകയാണ്. ഈ അന്വേഷണം വളരെ കൃത്യമായ രീതിയിൽ BJPയുമായിട്ട്, കേന്ദ്രത്തിൽ ഇപ്പോഴും BJP ആണ് ഭരിക്കുന്നത്, മോദിയാണ് ഭരിക്കുന്നത്. അതിൻ്റെ സംരക്ഷണത്തിലാണ് ഭരണം അവസാനിച്ചിട്ടും പിണറായി വിജയൻ ഇരിക്കുന്നത്. ആ സംരക്ഷണം അദ്ദേഹത്തിന് വീണ്ടും ലഭിക്കുകയാണെങ്കിൽ കേസ് ശരിയായ രീതിയിലേക്ക് പോകില്ല. പിണറായി വിജയനാണ് ലൈഫ് മിഷന്റെ ചെയർമാനായിട്ടുണ്ടായിരുന്നത്. AC മൊയ്തീനായിരുന്നു അതിന്റെ വൈസ് ചെയർമാനൊക്കെ. ഇത് ശരിയായിട്ട് അന്വേഷിക്കപ്പെടുകയാണെങ്കിൽ പിണറായി വിജയൻ യഥാർത്ഥത്തിൽ കുടുങ്ങും. ശരിയായിട്ട് ഇത് അന്വേഷിക്കപ്പെടുമോ? അതായത് കഴിഞ്ഞ ഗവൺമെന്റ്, അതായത് പിണറായി വിജയൻ സർക്കാർ തുടരുന്നത് വരെ പിണറായി വിജയനും BJPയും തമ്മിൽ ഡീലുണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ റെഡ് ക്രസൻറ്റിൽ നിന്നും വന്ന ഫണ്ട് യൂണിടെക്കിലേക്ക് വന്നതും അതുമായി ബന്ധപ്പെട്ട കേസും. വടക്കാഞ്ചേരിയിൽ ദുരിതാശ്വാസത്തിൽപ്പെട്ട പ്രളയ ദുരിതാശ്വാസത്തിൽ 2018 ഉണ്ടായ പ്രളയത്തിൽപ്പെട്ട ആളുകൾക്ക് നിർമ്മിക്കാൻ വേണ്ടി ഫ്ലാറ്റ് നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് ദുബായിൽ നിന്ന് UAE റെഡ് ക്രസൻറ്റ് എന്ന റെഡ് ക്രോസിൻ്റെ സമാന പോലെയുള്ള സംഘടന, സന്നദ്ധ സംഘടന, ഗവൺമെൻറ് ലെവലിലുള്ള സംഘടന ഫണ്ട് നൽകാമെന്ന് പറഞ്ഞത്. ആദ്യം 12 കോടിയാണ് പറഞ്ഞിരുന്നെങ്കിൽ പിന്നീട് 19 കോടിയായി, പിന്നെ 21 കോടി അവർ മേടിച്ചു. ആ മേടിച്ച 21 കോടി രൂപയിൽ ഏകദേശം 10 കോടി രൂപ മാത്രമാണ് ചെലവഴിച്ചിട്ടുള്ളത് ഫ്ലാറ്റിന് വേണ്ടി. ബാക്കി 11 കോടി രൂപ തട്ടിയെടുത്തു. ഈ തട്ടിയെടുത്തതിൽ ഒന്ന് പിണറായി വിജയനാണ്, 2 മകളാണ്, 3ാമത് ശിവശങ്കറാണ്. പിന്നീട് അന്വേഷണം പോയപ്പോൾ 1 കോടി രൂപ സ്വപ്ന സുരേഷിൻ്റെ SBI തിരുവനന്തപുരത്തുള്ള പാളയത്തുള്ള ബ്രാഞ്ചിൽ നിന്ന് അവർ ലോക്കറിൽ നിന്ന് കണ്ടുകിട്ടി. ഈ പണം കണ്ടുകിട്ടുമ്പോൾ സ്വപ്ന സുരേഷ് എന്നെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഇത് വീണ വിജയന് വേണ്ടിയിട്ട് എന്നോട് പറഞ്ഞിട്ട് ഞാൻ സൂക്ഷിച്ചതാണ്, എനിക്ക് യാതൊരു ഉത്തരവാദിത്വം ഇല്ലാത്തില്ല, എന്നോട് അവർ പറയുന്നു ഞാൻ ചെയ്യുന്നു, അല്ലാതെ ഞാൻ അതിൻ്റെ അകത്ത് പ്രതിയല്ല. എന്നാൽ സ്വപ്ന സുരേഷും അതേപോലെ ശിവശങ്കറും 1 കൊല്ലക്കാലത്തോളം അറസ്റ്റിലായിട്ട് ജയിൽ കിടന്ന സംഭവമാണ് ഈ കേസ്. ഇതിൻ്റെ നിയമപരമായി നോക്കുകയാണെങ്കിൽ ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് FCRA അത് ആ നിയമപ്രകാരം ഒരു സ്വകാര്യ സംഘടനയ്ക്ക് അല്ലെങ്കിൽ സ്വകാര്യ സ്ഥാപനത്തിലേക്ക് ഫണ്ട് വരാൻ പറ്റില്ല. ഇവിടെ ലൈഫ് മിഷൻ എന്ന് പറയുന്ന ഗവൺമെൻറ് സ്ഥാപനം, ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള സ്ഥാപനത്തിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത് പിണറായി വിജയനാണ്, അന്നത്തെ മുഖ്യമന്ത്രി. വൈസ് ചെയർമാൻ എന്ന് പറയുന്ന അന്നത്തെ മന്ത്രിയായ AC മൊയ്തീനാണ്. അപ്പം ഇവർ 2 പേരും കൂടി തീരുമാനിക്കാതെ ഫണ്ട് വേറെ പ്രൈവറ്റ് പാർട്ടിക്ക് വരില്ല. സാധാരണ ഇന്ത്യൻ നിയമപ്രകാരം ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് പ്രകാരം ഞാൻ നേരത്തെ ലാവ്ലിൻ കേസിൽ പഠിച്ചൊരു കാര്യമാണ്, മലബാർ ക്യാൻസർ സെൻ്ററിലേക്കാണ് ഫണ്ട് വരേണ്ടിയിരുന്നത്. കനേഡിയൻ ഗവൺമെൻറ് 98.3 കോടി രൂപ ആണ് മലബാർ ക്യാൻസർ എന്ന് പറയുന്ന സ്ഥാപനം മലബാറിലെ ക്യാൻസർ രോഗികൾക്ക് വേണ്ടി സ്ഥാപിക്കപ്പെടെന്ന് പറഞ്ഞിട്ട് ലാവ്ലിൻ കമ്പനിയുമായി ഉണ്ടാക്കിയ ധാരണ പ്രകാരം 98.3 കോടി രൂപയാണ് വരേണ്ടിയിരുന്നത്. എന്നാൽ ആ സ്ഥാപനത്തിൻ്റെ വരാതെ അവരൊരു അക്കൗണ്ട് തുടങ്ങി തലശ്ശേരിയിൽ 500 രൂപ കൊടുത്തിട്ടാണ് അക്കൗണ്ട് തുടങ്ങിയത്. ഗവൺമെൻറ്റിൻ്റെ അംഗീകാരം ഉണ്ടാവണം ഈ ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് ഫണ്ട് വരാൻ. എന്നാൽ ആ അക്കൗണ്ട് 5 പൈസ വന്നിട്ടില്ല. പകരം ടെക്നിക്കാലിയ എന്ന് പറയുന്ന ചെന്നൈയിലുള്ള പിണറായി വിജയൻ്റെ ബിനാമി സ്ഥാപനത്തിനാണ് വന്നത് 11.25 കോടി രൂപ. ബാക്കി 98.3 കോടി രൂപയിൽ ഈ പണം കഴിച്ചു കഴിഞ്ഞാൽ 87 കോടി രൂപ ബാക്കിയുണ്ട്. അതിൽ 75 കോടി രൂപ പിണറായി വിജയൻ്റെ ഭാര്യയുടെ പേരിലുള്ള സിംഗപ്പൂരിലെ കമല ഇൻ്റർനാഷണൽ എക്സ്പോർട്ടിംഗ് കമ്പനിയിലേക്കാണ് പോയത്. അന്ന് മുതൽ എനിക്കറിയാം ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ടിൻ്റെ വയലേഷൻ എന്താണെന്നുള്ളത്. അപ്പോൾ ആ ഇവിടെ വയലേഷൻ നടന്നിരിക്കുന്നത് ലൈഫ് മിഷനിലേക്ക് വരേണ്ട പ്രത്യേക അക്കൗണ്ടിലേക്ക് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പെർമിഷനോട് കൂടി വരേണ്ട ഫണ്ട് വന്നത് നേരെ യൂണിടെക്കിലേക്കാണ്. സന്തോഷ് ഈപ്പൻ്റെ കീഴിലുള്ള യൂണിടെക് ബിൽഡേഴ്സും രണ്ട് പേര് ഇതിലേക്കാണ് വന്നിരിക്കുന്നത്.
ഇവരാണ് അതിൻ്റെ നിർമ്മാണ പ്രവൃത്തി ഏറ്റെടുത്തിരുന്നത്. നിർമ്മാണ പ്രവൃത്തി ഏറ്റെടുത്താൽ അവർക്ക് നേരിട്ട് അയക്കാനുള്ള നിയമപരമായിട്ട് പറ്റില്ല. എന്നാൽ അത് ഈ നമ്മുടെ ലൈഫ് മിഷനിലേക്കാണ് വരേണ്ടത്. ലൈഫ് മിഷനിലേക്ക് വന്നാൽ ഈ പറയുന്ന കമ്മീഷൻ ഇടപാടൊന്നും നടക്കില്ല. 21 കോടിയിൽ 11 കോടി തട്ടിയെടുത്തു. അതിൽ 5 കോടി രൂപ ശരിക്കും കണക്കില്ലാതെ ഇപ്പം കിടക്കുന്നുണ്ട്. ഈ 5 കോടി ഇപ്പോൾ വിവേക് തായ്ക്കണ്ടിയുമായി ബന്ധപ്പെട്ട് പിണറായി വിജയൻ വിദേശത്ത് വാങ്ങി എന്ന് പറയുന്ന ആരോപണമുള്ളത്. ബാക്കി ഉള്ള 11 കോടിയിൽ 6 കോടി രൂപ ഇവിടെ വീണ വിജയൻ, അതേപോലെ ശിവശങ്കർ, പിന്നെ സ്വപ്ന സുരേഷിൻ്റെ അക്കൗണ്ടിൽ വന്നു എന്നുള്ളൂ. സ്വപ്ന സുരേഷ് തന്നെ മൊഴി കൊടുത്തിട്ടുണ്ട്. ഇത് വീണ വിജയന് വേണ്ടിയിട്ടാണ്. അപ്പം ഈ പണം വന്നതെല്ലാം വകമാറ്റി പലർക്കായി വിഭജിക്കപ്പെട്ടു. ഇപ്പം ഇതിൽ പിണറായി വിജയനാണ് യഥാർത്ഥ പ്രതിയായി വരേണ്ട ആൾ. രണ്ടാമത് മൊയ്തീനാണ്. ഇത് 2018 മുതൽ 2026 വരെ അന്വേഷിച്ചിട്ടും ഇപ്പോൾ സ്വപ്ന സുരേഷിനെ പ്രതിയാക്കി ശരിക്കും മാപ്പുസാക്ഷിയാകേണ്ട ആളാണ് സ്വപ്ന സുരേഷ്. സ്വപ്ന സുരേഷിനെ മാപ്പുസാക്ഷിയാക്കുന്നതിന് പകരം അവരെ പ്രതിയാക്കിയിട്ട് ഇത് നടത്തുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം കേസ് അട്ടിമറിക്കപ്പെട്ടു എന്നാണ്. പിന്നെ 2, പിണറായി വിജയനാണ് 1-ാം പ്രതിയായി വരേണ്ടത്. കാരണം ലൈഫ് മിഷനിലേക്ക് വരേണ്ട ഫണ്ടാണിത്. ആ ഫണ്ട് ആരാണ് അങ്ങോട്ട് മാറ്റാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്? അവിടെയാണ് ചോദ്യം. അവർ AC മൊയ്തീനും പിണറായി വിജയൻ അറിയാതെ നടക്കില്ല. അപ്പോൾ ഇതിൻ്റെ കാര്യം കൃത്യമായി നമ്മൾ അറിയണമെങ്കിൽ നമുക്ക് ഇതിന് പരാതി കൊടുത്ത അനിൽ അക്കര, നമ്മളെ MLA ഒക്കെ ആയിരുന്ന അനിൽ അക്കരയോട് നമ്മൾ വിശദമായി സംസാരിക്കുക. അതിൻ്റെ ആ റെക്കോർഡ് ഒന്ന് കേൾക്കാം. ഞാൻ ഇന്ന് സംസാരിച്ച റെക്കോർഡ്. നമസ്കാരം അനിൽ അക്കര. നമസ്കാരം. താങ്കൾ കൊടുത്ത പരാതി പ്രകാരം ലൈഫ് മിഷൻ പദ്ധതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ്. അതിൽ 6 പ്രതികളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. സ്വപ്ന സുരേഷ് അടക്കം. താങ്കൾ സാറ്റിസ്ഫൈഡ് ആണോ? അല്ല, ഇതിനകത്ത് നമ്മൾ കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ ആയിട്ട് കുറ്റപത്രമാണ് സമർപ്പിച്ചത്. പക്ഷെ ഇതിനകത്ത് ഫുൾ ഫ്ലഡ്ജിൽ അന്വേഷണം നടന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് സംസ്ഥാന ഗവൺമെന്റിന്റെ വിജിലൻസ് അന്വേഷണം വേണ്ടാന്ന് തീരുമാനിക്കുകയും ആ ഫയലുകൾ മുഴുവൻ കൈമാറി FCRയും അതുപോലെ തന്നെ ഗൂഢാലോചനയും അഴിമതി നിരോധനവും എല്ലാം കൂടി വിജിലൻസിന്റെ കയ്യിലുണ്ടായിരുന്ന അന്വേഷണം കൂടി പൂർണ്ണമായും അത് CBIക്ക് കൊടുത്ത് കോടതിയുടെ ഒരു നിരീക്ഷണത്തിൽ അന്വേഷണം നടത്താൻ ഉറപ്പായിട്ടും പിണറായി വിജയനും AC മൊയ്തീനും ശിവശങ്കറിനൊക്കെ ഈ പ്രതിസ്ഥാനത്ത് വരും. ആ അന്വേഷണം അതിലേക്ക് കടന്നു പോകണം. അതുപോലെ തന്നെ ഫോറിൻ കോൺട്രിബ്യൂഷൻ ആക്ടിന്റെ പരിധി വരുമ്പോൾ പിണറായി വിജയന്റെ മകനും ഈ കേസിനകത്ത് പ്രതിയാകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പൊ അത് ആ രീതിയിൽ വന്നാൽ മാത്രമേ നമുക്ക് നീതി കിട്ടിയെന്ന് പറയാൻ കഴിയുള്ളൂ. ഇതില് ലൈഫ് മിഷൻ ചെയർമാൻ ആയിരുന്നത് പിണറായി വിജയനായിരുന്നു അല്ലേ? ലൈഫ് മിഷൻ ചെയർമാൻ പിണറായി വിജയനും വൈസ് ചെയർമാൻ AC മൊയ്തീനായിരുന്നു. അപ്പം ഈ വിദേശത്തുനിന്ന് ഫണ്ട് വരുമ്പം അത് ലൈഫ് മിഷന് മാത്രമല്ലേ വരാൻ പറ്റുള്ളൂ ശരിക്കും? അതെ, അത് ഈ ലൈഫ് മിഷനാണ് ഫണ്ട് കൊടുക്കേണ്ടത്. പക്ഷെ ഡയറക്റ്റ് യൂണിറ്റ് ആക്കിന് കൊടുക്കാനുള്ള ചെയ്തത്. അതാണല്ലോ ഇതിന്റെ FCRയുടെ ലംഘനം വന്നത്. അത് ഉത്തരവിട്ടത് പിണറായി വിജയനല്ലേ ഇപ്പൊ ചെയർമാൻ? അതെ, അതിന് രേഖകളൊന്നുമില്ല. അതൊക്കെ വാക്കാനുള്ള ഉത്തരവുകളാണ്, രേഖകളൊന്നുമില്ല ഇതിനകത്ത്. അല്ല, അതെ, ഒരു ലൈഫ് മിഷന്റെ പേരിലുള്ള ഈ പ്രോഗ്രാം ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിന് കൊടുക്കണമെങ്കിൽ, വേറെ പ്രൈവറ്റ് ഫണ്ട് വരണമെങ്കിൽ, ഡയറക്റ്റ് വരണമെങ്കിൽ ആരെങ്കിലും നിർദ്ദേശം നൽകാതെ വരുമോ? അതാ ഞാൻ പറഞ്ഞത്, രേഖകളില്ല. ഇതിനകത്ത് ആ ഗൂഢാലോചനയാണ് അന്വേഷിക്കേണ്ടത്. എങ്ങനെയാണ് UAE റെഡ് ക്രോസിന്റെ പണം യൂണിറ്റ് ആക്കിന് കൊടുത്തത് എന്നതിനെ കുറിച്ച് ആണ് ഈ FCRയുടെ പരിധിയിൽ വന്നത്. അതുകൊണ്ടാണല്ലോ FCR കേസ് നിന്നത്. അതിനകത്ത് രേഖകളില്ല, ഗൂഢാലോചനയാണ് നടന്നത്. അതെ, FCRA പ്രകാരം, ഇന്ത്യൻ നിയമപ്രകാരം FCRA മറ്റു കമ്പനികൾക്ക് അയക്കാൻ പറ്റില്ല. ആ ഫണ്ട് വരുന്നത് ഉണ്ടെങ്കിൽ ഈ പറയുന്ന ലൈഫ് മിഷന്റെ പ്രത്യേക അക്കൗണ്ടിലേക്ക്, കേന്ദ്ര ഗവൺമെന്റ് അംഗീകരിക്കുന്ന ഒരു പ്രത്യേക അക്കൗണ്ടിലേക്കേ വരാൻ പറ്റുള്ളൂ. അതേ നിയമം. അല്ല, അത് വന്നില്ല. അത് വരുന്നതിന് പകരം യൂണിറ്റ് ആക്കിന്റെ അക്കൗണ്ടിലേക്കാണ് പണം മാറ്റിയത്. അത് ഈ കോൺസ്പിറസിയുടെ ഭാഗം വിജയനെ ഒഴിവാക്കാൻ പറ്റുമോ അന്നേരം? പിണറായി വിജയനി പിന്നെ AC മൊയ്തീനൊക്കെ അതിന്റെ അകത്ത് യഥാർത്ഥ അന്വേഷണം നടക്കുമ്പോൾ ലൈഫ് മിഷന്റെ ചെയർമാനും വൈസ് ചെയർമാനും പ്രതിയാവുമല്ലോ. അത് മാറ്റുന്നില്ല. അപ്പൊ ഇപ്പം ശരിക്കും അന്വേഷണം പൂർത്തിയായില്ല എന്നുള്ളതാണ്. അന്വേഷണം പ്രാരംഭഘട്ടത്തിലാണ്. അന്വേഷണം തുടങ്ങാനേ കഴിഞ്ഞിട്ടില്ല എന്ന് പറയാൻ വേണമെങ്കിൽ. ഇത് അട്ടിമറിക്കപ്പെട്ടു, BJP ഗവൺമെന്റ് BJPയുടെ സ്വാധീനത്തോടെ അട്ടിമറിക്കപ്പെട്ടു എന്ന് പറയുന്ന ഒരു ആരോപണം വന്നു. അതിന്റെ ഭാഗമായിട്ടാണല്ലോ ഇത്രയും കാലം ഈ അന്വേഷണം നടക്കാതിരുന്നത്. ഈ അന്വേഷണം നടക്കാതിരുന്നത് തന്നെ അതിന്റെ ഭാഗമായിട്ടാണ്. ഇവര് തമ്മിലുള്ള ഡീലാണെന്ന് പറയാൻ പറ്റുമോ? ഈ കേസ് സുപ്രീം കോടതിയെ പരിഗണിക്കുകയും സുപ്രീം കോടതിയിൽ സ്റ്റേ പെറ്റീഷൻ മൂവുകയും കേസ് കയറിയാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യം, അതുപോലെ തന്നെ
വിജിലൻസ് കേസ് ആകുമ്പോൾ എടുത്തത്, ഇതെല്ലാം ഇവരെല്ലാവരും അറിഞ്ഞിട്ട് നടന്ന സംഭവം തന്നെയാണ്. CBI അന്നത്തെ ഉദ്യോഗസ്ഥന്മാർക്ക് അതിനകത്ത് വേറെ വിഷയമൊന്നുമില്ല, അവർ ശരിയായിട്ടാണ് അന്വേഷിച്ചത്. ഇപ്പൊ പുതിയ സാഹചര്യത്തിൽ അവർക്ക് അന്വേഷിക്കാൻ കഴിയുമെന്നുള്ളതുകൊണ്ടാണ് അവരിപ്പോ ചാർജ് കൊടുത്തിട്ടുള്ളത്. മറ്റ് കേസുകൾ പോലെയല്ല, മറ്റ് സംസ്ഥാനത്തെ ED കേസാണെങ്കിലും CBI കേസുകളൊന്നും പരാതിക്കാരുണ്ടാവാറില്ല. അത് സൊമോട്ടോ എടുക്കുന്ന കേസുകളാണ് ഈ PMLA വരുന്നത്. ഇതിനകത്ത് CBI കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചാലും ഞാൻ പരാതിക്കാരായതുകൊണ്ട് എനിക്ക് കോടതിയിൽ എല്ലാ സമയത്തും നിരീക്ഷിക്കാൻ ഇടപെടാനും കഴിയും. മറ്റ് കേസുകളിൽ FIR-കളിൽ പരാതിക്കാർ ED-യുടെ പരാതിക്കാരുണ്ടാവില്ല, ED നേരിട്ടിരിക്കുന്ന കേസുകളാണ്. അതെ, ഞാനിപ്പോ ഇതിൽ കൊടുത്ത മാതിരി ലാവ്ലിൻ കേസിൽ ഞാൻ പെറ്റീഷൻ ആയ പോലെ. അതന്നെ ഇതിനകത്ത് നമ്മൾ പരാതിക്കാരാണ്, മറ്റേ കേസുകളിൽ പരാതിക്കാരുണ്ടാവാറില്ല സാധാരണ. അപ്പം ഇതില് പൂർണ്ണമായ അന്വേഷണം നടന്നില്ല. അന്വേഷണം കൃത്യമായി നടന്നാൽ പിണറായി വിജയനും AC മൊയ്തീൻ അടക്കമുള്ള ആളുകൾ പ്രതികളാവും, ഉറപ്പായ പ്രതിയാവും. അവരല്ല ലൈഫ് മിഷന്റെ ചെയർമാനും വൈസ് ചെയർമാനും. ഇപ്പോൾ നടന്നിരിക്കുന്നത് BJP-യുമായുള്ള ഡീലിന്റെ ഭാഗമായുള്ള ഒരു അട്ടിമറിയാണെന്ന് പറയാൻ പറ്റും. അല്ല, അട്ടിമറിക്കാൻ പറ്റിയിട്ടില്ല, ഇത് സ്ലോ ആക്കി നിർത്തിയ ഒരു കേസ്. അത് നോക്കട്ടെ. ഓക്കെ താങ്ക് യു. കേട്ടല്ലോ, അനിൽ അക്കര വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇത് 2018 മുതൽ 2026 വരെയുള്ള കാലഘട്ടത്തിൽ അന്വേഷണം മന്ദഗതിയിലാണ്. ഇത് അട്ടിമറിക്കാൻ പറ്റില്ല. കാരണം എന്താ, പരാതിക്കാരനുണ്ട്. ഇത് സുമോട്ടോ എടുത്ത കേസല്ല. നയതന്ത്ര ബാഗേജിലൂടെ സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തിയപ്പോൾ അത് സുമോട്ടോ കസ്റ്റംസ് എടുത്ത കേസാണ്. ഇതേപോലെ തന്നെ അതിൻ്റെ അകത്ത് തന്നെ ഡോളർ കടത്ത് എന്ന് പറയുന്നത് സുമോട്ടോ എടുത്ത കേസാണ്. അപ്പം ഇത് സുമോട്ടോ അല്ല, ഇത് ഒരാൾ പരാതി കൊടുത്തിരിക്കുന്നു. ഞാൻ ലാവ്ലിൻ കേസിൽ പരാതി കൊടുത്തിട്ടാണ് ലാവ്ലിൻ കേസിൽ CBI അന്വേഷണം കൊണ്ടുവന്നത്. അതേപോലെ അനിൽ അക്കര ഫൈറ്റ് ചെയ്തിട്ടാണ് CBI എൻക്വയറി കൊണ്ടുവന്നത്. CBI എൻക്വയറി എന്തുകൊണ്ട് വന്നു എന്ന് ചോദിച്ചാൽ ഇത് വിജിലൻസ് അന്വേഷിക്കാൻ യോഗ്യതയില്ല എന്നുള്ളതാണ്. ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് എന്ന് പറയും വിദേശ രാജ്യങ്ങളുമായി ഇടപാട്, ഇന്ത്യയിലെ വിവിധ സ്റ്റേറ്റുകളുമായിട്ടുള്ള കേന്ദ്ര ഗവൺമെൻറ് ഇടപാടായതുകൊണ്ട് സ്റ്റേറ്റ് ഗവൺമെൻറ് ഏജൻസിക്ക് അന്വേഷിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നിയമപരമായിട്ട് തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു ഏജൻസിക്ക് മാത്രമേ അന്വേഷിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് CBI അന്വേഷണം വന്നത്. ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ടിൻ്റെ എല്ലാ കേസും CBI കേന്ദ്ര കുറ്റാന്വേഷണ ഏജൻസിക്ക് അന്വേഷിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് പ്രകാരം ഇവിടെ ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് പ്രകാരമുള്ള വയലേഷനാണ് ഇവിടെ നടന്നിരിക്കുന്നത് മെയിനായിട്ട്. തീർച്ചയായും ഒന്നാം പ്രതി പിണറായി വിജയനാണ്. ഇപ്പോഴത്തെ നില നോക്കിക്കഴിഞ്ഞാൽ സ്വപ്ന സുരേഷിനടക്കം പ്രതിയാക്കിയ നില കാണുമ്പോൾ ഈ കേസ് അട്ടിമറിച്ചിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. കവിയൂർ കേസ് CBI അന്വേഷിച്ചാണ്. അച്ഛൻ മോളെ പീഡിപ്പിച്ചു എന്ന കഥ ഉണ്ടാക്കിയിട്ട് യഥാർത്ഥ CPM നേതാക്കന്മാരെയൊക്കെ രക്ഷപ്പെടുത്തിയുള്ള ഒരു സംഭവമാണെന്ന് എനിക്ക് നേരിട്ടറിയാം. ആ SP-ക്കെതിരെ ഞാൻ പരാതി കൊടുക്കുകയും കോടതി പറഞ്ഞത് ഈ SP, അതായത് നന്ദകുമാരൻ നായർ, ഷെയിം ടു CBI എന്നാണ്. അതേപോലെ CBI ഇവിടെ നടത്തിയ അന്വേഷണം വളരെ ദുർബലമാണ്. മാത്രമല്ല ഇത് പിണറായി വിജയൻ അട്ടിമറിക്കാൻ വേണ്ടി, പിണറായി വിജയനെ കേസിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു അട്ടിമറിയാണ്. ഇത് കേന്ദ്ര ഗവൺമെൻറ് BJP, പ്രത്യേകിച്ചും ഇവിടെ BJP നേതാക്കന്മാർ എന്ന് പറയുന്നത് ആരാണ്? V മുരളീധരനും K സുരേന്ദ്രനും അറിയാതെ ഇത് അട്ടിമറിക്കില്ല. അവർക്ക് കൈയുണ്ട് എന്നുള്ളതാണ് എനിക്ക് നേരത്തെ കിട്ടിയിട്ടുള്ളത്. ഞാൻ അത് നേരത്തെ പബ്ലിഷ് ചെയ്യുകയും ചെയ്തിരുന്നു. അതായത് BJP-യും പിണറായി വിജയനും തമ്മിലുള്ള ധാരണ അസന്നിഗ്ധമായിട്ട് ഇവിടെ തെളിയാണ്. 8 വർഷമായിട്ട് അവർ തെളിയാൻ പറ്റില്ല. ഇത് ഈ സംഭവം എന്ന് പറയുന്നത് നിമിഷ നേരം കൊണ്ട് തെളിയാവുന്ന ഒരു കേസാണ്. ഫുൾ ഡോക്യുമെന്റ് ആണ്. ഇതിന് വേറെ അന്വേഷണത്തിന് പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ചെയർമാൻ അറിയാതെ എങ്ങനെ യൂണിടെക്കിന് വന്നു? അത് പിണറായി വിജയനും AC മൊയ്തീനാണ് പ്രതി. അപ്പൊ ഇതുവരെയുള്ളത് പ്രകാരം പിണറായി വിജയനെ രക്ഷപ്പെടുത്തിയിരിക്കുന്നു. അവർ തമ്മിലുള്ള രഹസ്യധാരണ പ്രകാരം കോൺഗ്രസ് മുക്ത ഭാരത പ്രകാരം എന്നുള്ള ഒരു ഇതുണ്ടല്ലോ ധാരണ, അതിൽ പിണറായി വിജയനോട് നിർത്തിയ മുഖ്യമന്ത്രിയാക്കാം, കോൺഗ്രസ് വരാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതായിരുന്നു. പക്ഷെ ഇപ്പം ഭരണം മാറി. അതുകൊണ്ട് ഇനിയിപ്പോൾ എന്ത് മാറ്റം വരും എന്നുള്ള അറിയില്ല. എന്നിരുന്നാലും അനിൽ അക്കരയിനകത്ത് കോടതിയെ സമീപിക്കും. പിണറായി വിജയനെ പ്രതിയാക്കേണ്ടി വരും നാളെ. ഇതിലിപ്പോ ഒന്നാം പ്രതി എന്ന് പറയുന്നത് സന്തോഷ് ഈപ്പൻ, രണ്ടാം പ്രതി സെയിൻ വെഞ്ചേഴ്സ്, മൂന്നാം പ്രതി ലൈഫ് മിഷൻ ആണ്, നാലാം പ്രതി എന്ന് പറയുന്നത് ഈ സ്വർണ്ണക്കള്ളക്കെടുത്ത് കേസിൽ പെട്ട സന്ദീപ് നായർ, പിന്നെ അതോടൊപ്പം തന്നെ ഈ PRO ആയിരുന്ന UAE സരിത്ത്, അതേപോലെ തന്നെ സ്വപ്നയുമാണ് മറ്റ് പ്രതികൾ എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ ഇപ്പോൾ പറയുന്നത് 21 കോടിയിൽ 4.5 കോടി സന്ദീപും സരിത്തും സ്വപ്നയും സന്തോഷ് ഈപ്പനും ഉൾപ്പെട്ട പ്രതികൾ കമ്മീഷനായി തട്ടിയെടുത്തു എന്നുള്ളതാണ് ഇതിൽ കുറ്റപത്രത്തിൽ പറയുന്നത്. ലാഭം എന്ന നിലയിൽ സന്തോഷ് ഈപ്പൻ വീണ്ടും ഒരു 5 കോടി രൂപ വകമാറ്റിയെന്നും ഇതില് കുറ്റപത്രത്തിൽ. ഈ 5 കോടി ഇപ്പൊ ആർക്കാ പോയേ? നമ്മൾ പുറത്തു വന്ന വിവരം വിവേക് തായ്ക്കണ്ടിയാണ് അതിൻ്റെ ആള്, പിണറായി വിജയന്റെ മകൻ. അതാണ് ഇദ്ദേഹം പറഞ്ഞത്.
നമ്മുടെ അനിലക്കര പറഞ്ഞത്. അനിലക്കര കൃത്യമായി പറഞ്ഞിരിക്കുക, അതിൻ്റെ അകത്ത് വിവേക് തായ്ക്കണ്ടി അന്വേഷണം പോയി കഴിഞ്ഞാൽ ഇപ്പൊ കുടുങ്ങും. ഇതിൽ ഏറ്റവും ദൗർഭാഗ്യം എന്ന് പറഞ്ഞാൽ പ്രളയബാധിതർക്കായിട്ട് വലിയ രീതിയിൽ നിർമ്മിക്കുന്ന ഫ്ലാറ്റ് സമുച്ചയവും ആശുപത്രിയുമാണ്. 21 കോടി രൂപ ലൈഫ് മിഷൻ UAE സന്നദ്ധ സംഘടനയിൽ നിന്ന് കരാർ വ്യവസ്ഥയിൽ വാങ്ങുന്നു. അതിൽ 10 കോടിയുടെ പണിയേ നടന്നിട്ടുള്ളൂ എന്നുള്ളതാണ്. വെറുതെ അല്ല പല ബിൽഡിങ്ങുകളും ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുന്നത്. കൃത്യമായ രീതിയിൽ 55% പിണറായി വിജയൻ തട്ടിയെടുത്തു, അവർ സംഘമോട് തട്ടിയെടുത്തു. ഇത് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. പിണറായി വിജയൻ ഏകദേശം 1 ലക്ഷം കോടി രൂപ ഇവിടെ വിദേശ ഫണ്ട് ഉണ്ട്. വിദേശത്ത് UAE-യിലും USA-യിലും അമേരിക്കയിലും അതേപോലെ ഫ്രാൻസിലും ജർമ്മനിയിലും UK-യിലും അതേപോലെ UAE-യിലും ഒക്കെ ബഹ്റൈനിലൊക്കെ ആയിട്ട് ഫണ്ട് ഉണ്ട്. അദ്ദേഹത്തിന്റെ മകനും മകളും കൂടിയാണ് അതേപോലെ ഫാരിസ് അബൂബക്കർ ഇത് ഡീൽ ചെയ്യുന്നത്. അത് ഇങ്ങനെയാണ് പണം ഉണ്ടാക്കുന്നത്. ഇത് ഏറ്റവും ഉദാഹരണമാണ്. 21 കോടി വന്നതിൽ 11 കോടിയും തട്ടിയെടുത്തു പിണറായി വിജയൻ. അതിൻ്റെ കുറച്ച് മറ്റുള്ളവരും കൂടെ സ്വപ്ന സുരേഷ് എന്ന് പറഞ്ഞാൽ പിണറായി വിജയന്റെ ജോലിക്കാരിയാണ്, ഗവൺമെന്റിന്റെ. അവരോട് ഇന്ന ചെയ്യുന്നു പറഞ്ഞാൽ അത് ചെയ്യുന്നു, അവരെ അക്കൗണ്ടിൽ കൊണ്ടിടാൻ പറയുന്നു, എടുത്തു വെക്കുന്നു. അത് അവർ കൃത്യമായി മൊഴി കൊടുത്തിട്ടുണ്ട്. വീണ വിജയനാണ് അതിന്റെ ഉത്തരവാദി, വീണ വിജയന് വേണ്ടി കരുതി വെച്ച പണമാണെന്നുള്ളത്. അവർക്ക് യാതൊരു ഉത്തരവാദിത്വം ഇല്ല എന്നുള്ളത്. ഇതിലിപ്പോ ടെൻഡർ വിളിക്കണല്ലോ, സാധാരണ ഒരു കരാർ കൊടുക്കുമ്പോൾ ടെൻഡർ വിളിക്കും. ഇതെങ്ങനെയാണ് ഈ റെഡ് ക്രസന്റിന് ഇത് വന്നത് എന്ന് നമുക്കറിയാം. ടെൻഡർ ഒന്നും വിളിക്കാതെ യൂണിടെക്കിന് കൊടുത്തത് കൊണ്ടാണല്ലോ ഈ കേസ്. ഒന്ന്. രണ്ടാമത് ഈ ഫണ്ട് വന്നത് ലൈഫ് മിഷൻ അല്ലല്ലോ. ലൈഫ് മിഷന് വരാതെ ഈ യൂണിടെക്കിന് വന്നത് പ്രൈവറ്റ് സ്ഥാപനത്തിന് വരാൻ പാടില്ലല്ലോ നിയമപ്രകാരം. ഫോറിൻ കോൺട്രിബ്യൂഷൻ FCRA ലംഘനമാണ്. അത് വളരെ ക്ലിയർ ആണ് കേസ്. ക്ലിയർ കേസിൽ മറ്റുള്ള കേസിനേക്കാൾ എളുപ്പത്തിൽ പിണറായി വിജയനെ പിടിച്ച് അകത്താക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല കേസാണ്. നമ്മൾ സ്വർണ്ണക്കള്ളക്കടത്തിന് കേസിനെക്കാട്ടും മറ്റേ ഡോളർ കടത്ത് കേസിനെക്കാട്ടും എന്തുണ്ട് ലാവ്ലിൻ കേസിനെക്കാട്ടും എന്തിന് നമ്മുടെ കരിമണൽ കടത്തയുടെ കേസിനെക്കാട്ടും വളരെ വ്യക്തമായ കേസാവാൻ കാരണം അദ്ദേഹം ലൈഫ് മിഷന്റെ ചെയർമാനാണ്. ആ പണം വകമാറ്റി യൂണിടെക്കിന് ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിന് ഫണ്ട് വരാൻ പറ്റില്ല. അതാണ് കാര്യം. ഇതിലിപ്പോ വീണയ്ക്ക് പണം കൊടുത്തു എന്ന് പറയുന്നത് സ്വപ്നയുടെ മൊഴിയിലുണ്ടോ? സ്വപ്ന കൃത്യമായി മൊഴി കൊടുത്തിട്ടുണ്ട്. ഈ പണം വീണ വിജയൻ സ്വപ്ന സുരേഷിനോട് പറഞ്ഞു ഒരു ബാങ്ക് ലോക്കറിൽ സൂക്ഷിച്ചു വെക്കണം, പിന്നെയും മേടിച്ചോളാം. അങ്ങനെയാണ് അവർ SBI അവരുടെ ലോക്കറിൽ വെക്കുന്നത്. അവരെ ഫണ്ടല്ലത്, അവര് ജോലിക്കാരി മാത്രമാണ് എന്നാണ് പറഞ്ഞത്. എന്നിട്ടും അവരെയാണ് പ്രതിയാക്കിയത്. ശരിക്കും സ്വപ്ന സുരേഷിനെ മാപ്പുസാക്ഷിയാക്കേണ്ട കേസാണ്. തീർച്ചയായിട്ടും തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഭരണം അവസാനിച്ചിട്ടും പിണറായി കാലത്തെ അഴിമതി കഥകൾ ഇപ്പോഴും ജനം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ല, അത് പിണറായി കാലത്തുണ്ടായ കഥകൾ അന്നേ നമ്മൾ പറയുന്നുണ്ട്. അന്ന് BJP-യുമായി ധാരണയാണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നുണ്ട്. സത്യമാണ്, തെളിയാണ്. ഇപ്പം BJP-ക്ക് പിണറായി വിജയന്റെ ആവശ്യമില്ല. കാരണം കോൺഗ്രസ് മുക്ത ഭാരതം എന്നുള്ള അതൊക്കെ കഴിഞ്ഞു പോയല്ലോ. ഈ പിണറായി വിജയനെ എങ്ങനെ പ്രതിയാക്കാം, മകളെ പ്രതിയാക്കാം, മകനെ പ്രതിയാക്കാം. അതിലപ്പുറത്തേക്കുള്ള കാര്യം BJP നേതാക്കന്മാർ ഇതിനകത്ത് എത്ര ഫണ്ട് മേടിച്ചിട്ടുണ്ട്, അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പം കേസ് അട്ടിമറിക്കാം. അവർ കൊടുങ്ങുന്നുള്ള വരുമ്പോൾ കേസ് അട്ടിമറിക്കാം. ഇതിന്റെ ഒരു സങ്കടം നമ്മളുടെ പ്രതിപക്ഷ നേതാവാണ് പിണറായി വിജയൻ. അങ്ങനെയുള്ള പിണറായി വിജയന്റെ മുഖത്താണ്, തലേന്റെ മുകളിലാണ് ഇത്തരത്തിലുള്ള നിരവധി കുറ്റകൃത്യങ്ങളും ആരോപണങ്ങളും ഒക്കെ നിലനിൽക്കുന്നത്. അദ്ദേഹത്തെ അതുകൊണ്ട് തന്നെ കേരളത്തിന്റെ ഒരു പ്രതിപക്ഷ നേതാവായിട്ട് ജനത്തിന് കാണാനേ പറ്റുന്നില്ല. എത്രയും പെട്ടെന്ന് ആ സ്ഥാനം അദ്ദേഹം ഒഴിയണമെന്ന ആവശ്യമാണ് ആളുകൾ ഉന്നയിക്കുന്നത്. അല്ല, നമ്മളാ ഉന്നയിക്കുന്നതല്ലോ. CPM അദ്ദേഹത്തെ കൊണ്ടു നടക്കല ഒരു വെഴുപ്പ് പാണ്ഡം, കെട്ടുനാറിയ വെഴുപ്പ് പാണ്ഡത്തെയും കൊണ്ട് നടക്കുകയാണ്. ആ പാർട്ടി നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തെ പിടിച്ച് പുറത്താക്കേണ്ട കാലം എന്നോ കഴിഞ്ഞു. എന്നിട്ടും കെട്ടിവെച്ചിരിക്കുകയാണ്. അത് എല്ലാവർക്കും ദുർഗന്ധത്തിന് മണം കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതാണ് കാര്യം.